السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين. അല്ലാഹു സുബ്ഹാനഹു വ തആല അമ്പിയാക്കളെ ഓരോ ജനതയിലേക്ക് അയക്കുന്ന സമയത്ത് പലപ്പോഴും ആ ജനതയ്ക്ക് ആവശ്യമായ ഉപകാരപ്രദമായ കാര്യങ്ങളുമായിട്ടായിരുന്നു അയച്ചിട്ടുള്ളത്. കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം ദഅവത്തുമായി കൊണ്ട് ബനു ഇസ്രായേലിലേക്ക് കടന്നു വരുന്ന സമയത്ത് അവിടെ സാഹിര്യങ്ങളുടെ ഒരു പ്രകടനം തന്നെയായിരുന്നു ഉള്ളത്. ആ സാഹിര്യങ്ങളെ നേരിടുന്ന രൂപത്തിലായിരുന്നു മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ പ്രവേശനം. ഇതുപോലെ പല അമ്പിയായിനെയും അവരുടെ ചരിത്രങ്ങൾ നാം പരിശോധിച്ചാൽ നമുക്ക് അവരുടെ ചരിത്രങ്ങളിലെല്ലാം ഇത്തരം ഒരുപാട് സംഭവങ്ങൾ ദർശിക്കുവാൻ സാധിക്കും. സയ്യിദുന ഈസാ അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ജന്മന അന്ധത ബാധിച്ചവർ, കുഷ്ഠരോഗികൾ, വെള്ളപ്പാണ്ട് രോഗികൾ, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുള്ള ഒരു കാലഘട്ടമായിരുന്നു ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലഘട്ടം. ആ കാലഘട്ടത്തിലേക്ക് നബിയുല്ലാഹി ഈസാ അലൈഹിസ്സലാം കടന്നു വരുന്നത് ഉബരി ഉൽ അക്മഹ വൽ അബ്റസ വ ഉഹയിൽ മൗത്ത ബി ഇദിനില്ലാഹ് എന്ന് പറഞ്ഞിട്ടായിരുന്നു. ഉബരി ഉൽ അക്മഹ, ജന്മന അന്ധത ബാധിച്ചവരുടെ അന്ധത ഞാൻ ശിഫയാക്കും. അതുപോലെ വെള്ളപ്പാണ്ട് രോഗികളുടെ വെള്ളപ്പാണ്ട് ഞാൻ ശിഫയാക്കും. വ ഉഹയിൽ മൗത്ത, മരിച്ചവരെ ഞാൻ ജീവിപ്പിക്കും. ബി ഇതിനില്ല, എല്ലാം ഞാൻ ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരമായിരിക്കും. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് അള്ളാഹു തന്നെ പറഞ്ഞല്ലോ, വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. അള്ളാഹുവിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം മാത്രമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നതും പ്രവർത്തിക്കുന്നതും ചിന്തിക്കുന്നതുമെല്ലാം. ഈ ഒരു വിറാസത്ത് അമ്പിയാക്കന്മാരുടെ അനന്തരക്കാരായ അൽ ഉലമാ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മശായിഖന്മാരിലും ഔലിയാക്കളിലും ഉള്ളതുകൊണ്ടാണ് മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ വലിയ ബഹുമാനം പറഞ്ഞുകൊണ്ട് ഖാദി മുഹമ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി എഴുതിയ മുഹയ്യിദ്ദീൻ മാലയിൽ ചൊല്ലില്ല ഞാനെന്നും എന്നോട് ചൊല്ലാതെ എന്ന് പറഞ്ഞിട്ടുള്ളത്. എല്ലാ മശായിഖന്മാരും ഔലിയാക്കളുമൊക്കെ അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രമാണ് എല്ലാ കാര്യങ്ങളും പറയുന്നതും ചെയ്യുന്നതുമെല്ലാം. അതാണ് ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞത്, ബി ഇതിനില്ലാഹി, അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഞാൻ മരിച്ചവരെ ജീവിപ്പിക്കുക എന്നത്. ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ തഫ്സീറിൽ രേഖപ്പെടുത്തിയതായിട്ട് കാണാം, ഖീല അഹ്യ അർബഅത അൻഫുസിൻ. ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുകയാണ്, ഈസാ നബി അലൈഹിസ്സലാം 4 ആളുകളെ ജീവിപ്പിച്ചിട്ടുണ്ട്. മരിച്ചുപോയ 4 പേരെ ഈസാ നബി അലൈഹിസ്സലാം ജീവിപ്പിച്ചിട്ടുണ്ട്. ഇതൊരു അഭിപ്രായമായിട്ടാണ് ഇമാം ഖുർത്തുബി തങ്ങൾ രേഖപ്പെടുത്തിയത്. അതിലും കൂടാം. അതിൽ ഒന്നായിരുന്നു നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ മകൻ സാമു ബിൻ നൂഹ്. അവരുടെ ഖബറിൻ്റെ അടുക്കൽ പോയി ഈസാ നബി അലൈഹിസ്സലാം അവരെ ജീവിപ്പിച്ച സംഭവം ചരിത്രത്തിൽ കാണാം. ചരിത്രകാരനായ ഇമാം ഇബ്നു ഹിഷാം തൻ്റെ അത്തീജാനിൽ രേഖപ്പെടുത്തിയതായിട്ട് കാണാം, ഹവാരിയുകൾ വന്നിട്ട് ഈസാ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു, സാമു ബിൻ നൂഹിൻ്റെ ഖബറിൻ്റെ അടുക്കൽ ചെന്ന് മരണപ്പെട്ടു പോയ മഹാനവറുകളെ ഹയാത്താക്കണം എന്ന്. അങ്ങനെ ഈസാ നബി അലൈഹിസ്സലാം സാമിൻ്റെ ഖബറിൻ്റെ അരികിൽ ചെന്നു. എന്നിട്ട് സാമിനെ വിളിച്ചു. സാമ് ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വന്നു. അപ്പോൾ ഈസാ നബി അലൈഹിസ്സലാം ചോദിച്ചു, നിങ്ങൾ മൗത്തായിട്ട് എത്ര വർഷമായി എന്ന്.
അപ്പോൾ സാമു പറഞ്ഞു 4000 വർഷം. മാഷാ അല്ലാഹ്. സാധാരണ ഇന്ന് മരിച്ച ആളുകൾ, ഇന്നലെ മരിച്ച ആളുകളെയൊക്കെയാണ് ഈസാ നബി അലൈഹി സ്വലാം ഹയാത്താക്കുന്നത്. ചരിത്രത്തിൽ കാണാം, ഒരിക്കലൊരു ഉമ്മ കരഞ്ഞു പോവുകയാണ്. അപ്പോൾ ഈസാ നബി അലൈഹി സ്വലാം ചോദിച്ചു, എന്താണ് നിങ്ങൾ കരയുന്നത്? അപ്പം പറഞ്ഞു, ഈ ചുമന്നു കൊണ്ടുപോകുന്ന ജനാസ എൻ്റെ മകൻ്റേതാണ്, എനിക്ക് ആകെ ഒരു മകനേ ഉള്ളൂ. അവിടെ വെക്കാൻ പറഞ്ഞു. ആ മയ്യത്തിൻ്റെ കട്ടിൽ അവിടെ വെച്ചു. ഈസാ നബി അലൈഹി സ്വലാം ആ മകനെ വിളിച്ചു. ആ മകൻ ഹയാത്തായി. മാഷാ അല്ലാഹ്. ചരിത്രത്തിൽ കാണാം, ജനാസ ചുമന്നു കൊണ്ടുപോകുന്ന ആളുകളൊക്കെ ആ ജനാസയുടെ കട്ടിൽ അവിടെ വെച്ച് മടങ്ങി. ഹയാത്തായ മകൻ തന്നെ ചുമന്നു കൊണ്ടുപോകേണ്ടി വന്നു. അപ്പോൾ അത് ഇന്ന് മരിച്ച അല്ലെങ്കിൽ ഇന്നലെ മരിച്ച ആളുകളെയാണ് ഈസാ നബി അലൈഹി സ്വലാം ഹയാത്താക്കുന്നത്. എന്നാൽ സാമുവിന് നൂഹോ 4000 വർഷം മുമ്പ് മരിച്ചുപോയ സാമുവിന് നൂഹിൻ്റെ ഖബറാണ് നബിയുല്ലാഹി ഈസാ അലൈഹി സ്വലാം ഹയാത്താക്കുന്നത്. ഇമാം നൈസാബൂരി അവിടുത്തെ ഖസസുൽ അംബിയായിൽ ഈ ചരിത്രം തന്നെ മറ്റൊരു രീതിയിൽ റിവായത്ത് ചെയ്യുന്നുണ്ട്. അഥവാ ഈസാ നബി അലൈഹി സ്വലാമിനോട് അവിടുത്തെ ആളുകൾ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് നൂഹ് നബി അലൈഹി സ്വലാമിൻ്റെ കാലത്തുള്ള പ്രളയത്തെക്കുറിച്ച് ആ പ്രളയത്തിന് ദൃക്സാക്ഷിയായ ആൾ തന്നെ പറഞ്ഞു തരണം. നൂഹ് നബി അലൈഹി സ്വലാം 1300 വർഷം ജീവിച്ചിട്ടുണ്ട് എന്നാണ് ഇമാം ഷാമി റഹിമഹുല്ല സുബുലുൽ ഹുദ വറഷാദിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. നൂഹ് നബി അലൈഹി സ്വലാമിന് 350 വയസ്സുള്ളപ്പോഴായിരുന്നു തൂഫാൻ, ലോകമായ പ്രളയം ഉണ്ടായത്. അപ്പോൾ ആ ജലപ്രളയത്തെ സംബന്ധിച്ച് അതിന് ദൃക്സാക്ഷിയായ ആൾ തന്നെ ഞങ്ങൾക്ക് പറഞ്ഞു തരണമെന്ന് ഈസാ നബി അലൈഹി സ്വലാമിനോട് അവിടുത്തെ ആളുകൾ ചെന്ന് പറഞ്ഞപ്പോൾ ഈസാ നബി അലൈഹി സ്വലാം അവരെ കൊണ്ടുപോകുന്നത് സാമുബിൻ നൂഹിൻ്റെ ഖബറിൻ്റെ അടുക്കിലേക്കാണ്. ഈസാ നബി അലൈഹി സ്വലാം തൻ്റെ വടി കൊണ്ട് സാമിൻ്റെ ഖബറിൻ്റെ മുകളിൽ അടിക്കുന്നു. എന്നിട്ട് എഴുന്നേൽക്കാൻ പറയുന്നു. മൗത്തായിപ്പോയ 4000 വർഷങ്ങൾക്ക് മുമ്പ് മൗത്തായിപ്പോയ സാമുബിൻ നൂഹ് ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന സമയത്ത് സാമിൻ്റെ മുടിയിൽ നിന്ന് മണ്ണുകൾ ഉതിർന്ന് താഴോട്ട് വീഴുന്നുണ്ടായിരുന്നു എന്നാണ് ചരിത്രത്തിൽ പറയുന്നത്. അപ്പോൾ ഈസാ നബി അലൈഹി സ്വലാം ചോദിച്ചു, നിങ്ങൾ മൗത്തായപ്പോൾ ഇങ്ങനെയായിരുന്നോ? കാരണം ഇപ്പോൾ നിങ്ങളെ തലമുടി നരച്ചിട്ടുണ്ട്, മരിക്കുന്ന സമയത്ത് നിങ്ങളെ തലമുടി കറുത്തിട്ടായിരുന്നല്ലോ. അപ്പോൾ സാമു പറഞ്ഞു, നിങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ മരിക്കുന്ന സമയത്ത് എൻ്റെ തലമുടിയൊക്കെ കറുത്തിട്ടാണ്. നിങ്ങൾ വിളിച്ചപ്പോൾ അത് മഹ്ശറിലേക്കുള്ള വിളിയാളം ആയിരിക്കുമെന്ന് കരുതി ആ ഭയാനകതയിൽ എൻ്റെ തലമുടി നരച്ചു പോയതാണ്. മാഷാ അല്ലാഹ്. എന്നിട്ട് സാമുബിൻ നൂഹ് ആ തൂഫാനെക്കുറിച്ച് വ്യക്തമായി ആളുകൾക്ക് പറഞ്ഞുകൊടുത്തു. പിന്നീട് ഖബറിലേക്ക് തന്നെ മടങ്ങി എന്ന് ഇമാം നൈസാബൂരി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെ അമ്പിയാക്കൾ, മുർസലീങ്ങളൊക്കെ മൗത്തായിപ്പോയവരെ ജീവിപ്പിച്ചു എന്ന് പറയുന്നത് ഖുർആനാണ്. ഖുർആനിൽ മരിച്ചവരെ ഹയാത്താക്കിയ വേറെയും സംഭവങ്ങളുണ്ട്. അമ്പിയാക്കളും മുർസലീങ്ങളുമൊക്കെ മരിച്ചവരെ ഹയാത്താക്കിയപ്പോൾ ആ ഖദമിൽ ഉള്ള മശായിഖന്മാരും ഔലിയാക്കളും മരിച്ചവരെ ഹയാത്താക്കിയിട്ടുണ്ട്. അത് മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രത്തിലും അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രത്തിലും അഹ്മദുൽ ബദവി റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രത്തിലും അതുപോലെ ധാരാളം മശായിഖന്മാർ ഔലിയാക്കളുടെ ചരിത്രത്തിൽ നമുക്കിത് ദർശിക്കുവാൻ കഴിയും. അലമാ യൂസുഫ് നബ്ഹാനി റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ ജാമിഉ കറാമാത്തിൽ ഔലിയാഇൽ അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുന്ന സ്ഥലത്ത് രേഖപ്പെടുത്തിയതായിട്ട് കാണാം. റിഫാഇ ശൈഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ആളുകൾ ഒരിക്കൽ റഖ്സ് ചെയ്തു. ആ റഖ്സ് ചെയ്ത സമയത്ത് അവിടെ ഒരു ചെറിയ കുട്ടി ഉറങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു. അവരറിയാതെ ആ കുട്ടിയുടെ ശരീരത്തിൻ്റെ മേൽ ചവിട്ടിപ്പോയി. ഈ ചവിട്ടേറ്റ് കുട്ടി മൗത്തായിപ്പോയി. അങ്ങനെ രാത്രി അവർ കിടന്നുറങ്ങി. സുബൈ നിസ്കരിക്കുവാൻ വേണ്ടി ആളുകളെ വിളിച്ചുണർത്തുന്ന ആൾ വന്ന് ഓരോരുത്തരെയും വിളിച്ചുണർത്തിയപ്പോൾ ഒരു കുഞ്ഞു മാത്രം എഴുന്നേൽക്കുന്നില്ല. നോക്കുമ്പോൾ കുട്ടി മൗത്തായി പോയിട്ടുണ്ട്. വിവരം അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞപ്പോൾ മഹാനവർകൾ വരികയും മരിച്ചുപോയ കുട്ടിയോട് നീ എഴുന്നേൽക്കുക എന്ന് പറഞ്ഞപ്പോൾ കുട്ടി എഴുന്നേൽക്കുകയും ചെയ്ത സംഭവം മഹാനവറുകളുടെ ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. ഇങ്ങനെ ധാരാളം സംഭവങ്ങളുണ്ട്. എന്തിനധികം പറയുന്നു, നമ്മുടെ പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ അറിയപ്പെട്ട
പണ്ഡിതവര്യനായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ, ഖുതുബുസ്സമാൻ സയ്യിദുന അലവി മൗലദ് ദവീല ഖദ്ദസല്ലാഹു തആല സിർറഹുൽ അസീസ് തങ്ങളെക്കുറിച്ച് അവിടുത്തെ 100-ലധികം കറാമത്തുകൾ എഴുതിയ ഒരു അറബി ഗ്രന്ഥമുണ്ട്. അന്നഫഹാത്തുൽ ജലീല എന്നാണ് അതിൻ്റെ പേര്. അതിൽ കാണാം മഹാനരായ ഖുതുബുസ്സമാൻ തങ്ങൾ അവിടുത്തെ ഭാര്യമാരെ കൂട്ടത്തിൽപ്പെട്ട ഫാത്തിമ എന്ന് പറഞ്ഞൊരു ഭാര്യ അസുഖമായി ഭാര്യയുടെ വീട്ടിൽ കിടപ്പിലായി. തങ്ങൾ കാണാൻ പോയില്ല. പക്ഷേ പിന്നീട് അറിയുന്നത് ഫാത്തിമയുടെ വഫാത്താണ്. തങ്ങൾ പോയി. തങ്ങൾ വരാത്തതിൽ ചിലർക്ക് അമർശങ്ങളൊക്കെ ഉണ്ട്. അന്നഫഹാത്തുൽ ജലീലയിൽ ഇത് കാണാം. തങ്ങൾ മൗത്തായി കിടക്കുന്ന ഫാത്തിമയുടെ അടുക്കൽ ചെന്നിട്ട് ചോദിച്ചു, ഇന്നാലിന്ന കാര്യങ്ങളൊക്കെ നിന്നിലുണ്ടായിരിക്കെ നീ മൗത്താവുകയാണോ? എന്നിട്ട് ഭാര്യയോട് പറഞ്ഞു, എഴുന്നേൽക്കൂ. മൗത്തായിപ്പോയ ഭാര്യ എഴുന്നേറ്റു, തങ്ങളെ കൂടെ മമ്പുറത്തേക്ക് നടന്നു. ഭാര്യയുടെ ശരീരത്തിൽ നിന്നും മയ്യത്തിൻ്റെ ഒരു വാസനയുണ്ടായിരുന്നു. തങ്ങളോട് പറഞ്ഞു. തങ്ങൾ പറഞ്ഞു പനിനീർ കുടിക്കാൻ. ഭാര്യ കുടിച്ചു. പിന്നീട് ഭാര്യയിൽ നിന്ന് പനിനീറിൻ്റെ വാസനയായിരുന്നു. തങ്ങൾക്ക് ആകെ ഒരു ആൺകുട്ടിയേ ഉള്ളൂ, പെൺകുട്ടികളുണ്ട്. അത് ഈ ഭാര്യയിലുണ്ടായതാണ്. ആ കുഞ്ഞിൻ്റെ പേരാണ് ഫളുൽ ഫൂക്കോയ തങ്ങൾ. മൗത്തായി പോയ ഭാര്യ ഹയാത്തായതിന് ശേഷമാണ് ഈ കുഞ്ഞുണ്ടായത്. ഈ കുഞ്ഞിൽ നിന്നും പനിനീർ വാസന ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഫൂക്കോയ എന്ന പേര് വന്നത് എന്ന് പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ അന്നഫഹാത്തുൽ ജലീലയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ സംഭവം ഈ ഉമ്മത്തിലെ ധാരാളം മശായിഖന്മാരിലും ഔലിയാക്കളിലും കാണാം. മാഷാ അല്ലാ, ഷെയ്ഖുന ഷെയ്ഖുൽ മശായിഖ് ഖുതുബുൽ ആലം സയ്യിദുന മുഹമ്മദ് അബീബക്രിൽ മടവൂരി ഖദ്ദസല്ലാഹു തആല സിർറഹുൽ അസീസ്, ആ മുത്തിലും ഈ സംഭവം കാണാം. ഒന്നും രണ്ടുമല്ല, പലരിൽ നിന്നും പല സംഭവങ്ങളും ഈ ഉള്ളവൻ നേരിട്ട് കേട്ടിട്ടുണ്ട്. അതിൽപ്പെട്ടൊരു സംഭവമാണ് ഓമശ്ശേരി അബ്ദുൽ അസീസ് മുസ്ലിയാർ. അമ്പലക്കണ്ടി അബ്ദുൽ അസീസ് മുസ്ലിയാർ വർഷങ്ങൾക്ക് മുമ്പ് ഈ ഉള്ളവൻ നേരിട്ട് കണ്ടപ്പോൾ ആ ഉസ്താദ് എന്നോട് അവിടുത്തെ ഭാര്യ മൗത്തായി പോവുകയും പിന്നീട് ഷെയ്ഖുന ഷെയ്ഖുൽ മശായിഖ് തങ്ങൾ വന്ന് ജീവിപ്പിച്ച ഒരു വലിയ സംഭവം ദീർഘമായി വിവരിച്ചു തന്നു. അത് ചുരുക്കിക്കൊണ്ടാണ് ഈ ഉള്ളവൻ പറയുന്നത്. ഈ ഉസ്താദ് തന്നെ തൻ്റെ ഭാര്യ മൗത്തായ കഥയും പിന്നീട് മടവൂർ ഷെയ്ഖുനെ വന്ന് ഹയാത്താക്കുകയും ചെയ്ത കഥ ഓൺലൈനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഉസ്താദ് പറയാണ്, അദ്ദേഹം ഒരു മതപ്രഭാഷകനായിരുന്നു. ഒരിക്കൽ വഅ്ള് പറയാൻ പോയി. ആ സമയത്താണ് വിവരം ലഭിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യ സുലൈഖക്ക് പാമ്പ് കടിയേറ്റു എന്ന്. അങ്ങനെ പല സ്ഥലത്തും കൊണ്ടുപോയി ഒടുവിൽ മെഡിക്കൽ കോളേജിലെത്തി. അപ്പോഴാണ് ഈ ഉസ്താദും കോളേജിലേക്ക് എത്തുന്നത്. മുഖ്തസറാക്കി ചുരുക്കിയാണ് പറയുന്നത്. ഉസ്താദ് പറയുന്നു, ഡോക്ടർമാർ പറഞ്ഞു, അന്ന് ആ CBS വാര്യർ പോലത്തെ പ്രശസ്തരായ ഡോക്ടർമാർ മെഡിക്കൽ കോളേജിലുണ്ട്. പഴയ കാലത്തുള്ള പലർക്കും വാര്യരെ അറിയാം. പ്രശസ്തനായ ഒരു ഡോക്ടറായിരുന്നു അദ്ദേഹം. അങ്ങനെ ഡോക്ടർ പറഞ്ഞു, നിങ്ങളെ ഭാര്യയെ കടിച്ച പാമ്പ് ഏത് പാമ്പാണെന്നറിയില്ല, 18 തരം വിഷപ്പാമ്പുകളുണ്ട്. അതുകൊണ്ട് 18 ദിവസം ഇവിടെ അഡ്മിറ്റ് ചെയ്യണം. രക്തത്തിലാകെ വിഷം കലർന്നു പോയിട്ടുണ്ട്. ഓരോ ദിവസം ഓരോ പാമ്പിനുള്ള മരുന്നാണ് കൊടുക്കുക. ഏതാണ് രോഗിയിൽ പ്രതികരണം സൃഷ്ടിക്കുക, അതിനനുസരിച്ച് ചികിത്സ ചെയ്യാൻ കഴിയൂ. ഇദ്ദേഹം പറയുന്നു, ഒരു ഭാഗത്ത് ഡോക്ടർമാരെ ചികിത്സ നടക്കുമ്പോൾ മറുഭാഗത്ത് ഖുർആൻ ഖത്മുകൾ തീർക്കുന്നുണ്ട്, അദ്കാറുകൾ ചൊല്ലുന്നുണ്ട്. 18-ാം ദിവസം രാവിലെ 10 മണിക്ക് ചെറുവണ്ണൂർക്കാരൻ ഡോക്ടർ മുസ്തഫ വന്ന് പരിശോധിച്ചപ്പോൾ ഡോക്ടർ പറയുന്നു ഭാര്യ മൗത്തായിട്ടുണ്ട് എന്ന്. അന്ന് ഒരാൾ മരിച്ചാൽ 45-ാമത്തെ വാർഡിലാണ് ഈ സുലൈഖയെ അഡ്മിറ്റ് ചെയ്തത്. 45-ാമത്തെ വാർഡിൽ ചുവന്ന മെഷി കൊണ്ട് ഡോക്ടർ മുസ്തഫ എഴുതി വെച്ചു, സുലൈഖ മരിച്ചിരിക്കുന്നു. അന്ന് അങ്ങനെ ഒരു രീതി അവിടെ ഉണ്ടായിരുന്നു അത്രേ. ഈ ഉസ്താദ് പറയുന്നു, കല്യാണം കഴിഞ്ഞ് 6 മാസമായിട്ടേ ഉള്ളൂ, ഭാര്യ മരിച്ചതിൽ ഞാൻ മാനസികമായി തളർന്നുപോയി. എനിക്ക് മരുന്ന് വാങ്ങാൻ വേണ്ടി ഒരുപാട് രൂപ, ഏകദേശം 80,000-ഓളം രൂപ അവിടെ മെഡിക്കൽ ഷോപ്പിൽ കടമായിട്ടുണ്ട്. ഞാനാകെ വിഷമത്തിലും ബേജാറിലുമായി. അതിനെ നിസ്കരിക്കാൻ വേണ്ടി താഴെ ഇറങ്ങിയപ്പോൾ ഭാര്യ മരിച്ചല്ലോ. ഞാൻ മടവൂർ ഷെയ്ഖിനുടെ ഹദറത്തിൽ ചെന്ന് എല്ലാ വിവരങ്ങളും പറഞ്ഞു.
അസറിന് ശേഷമാണ് ഇദ്ദേഹം മടവൂർ ഷെയ്ഖുനെ കാണാൻ പോകുന്നത്. മെഡിക്കൽ കോളേജിൽ നിന്ന് ഷെയ്ഖുനാൻ്റെ ഹദ്റത്തിലേക്ക് ഒരു അരമണിക്കൂറൊക്കെ യാത്ര ചെയ്താൽ മതിയാകും. ഹദ്റത്തിൽ ചെന്ന് പറഞ്ഞു എല്ലാ കാര്യങ്ങളും. മാഷാ അല്ലാഹ്, ലോക രാജാവ് പറയുകയാണ്, അവൾ ഇന്ന് 6 മണിക്ക് സംസാരിക്കും. ഉസ്താദ് തിരിച്ചു പോന്ന് തൻ്റെ 45-ാമത്തെ വാർഡിലെത്തിയപ്പോൾ 6 മണി കഴിഞ്ഞിട്ടുണ്ട്. ഒരു ഭാഗത്ത് ഇദ്ദേഹത്തിൻ്റെ പിതാവ് ബോധം കെട്ട് വീണ് കിടക്കുന്നു. സഹോദരി വന്നു പറയുന്നു, സുലൈഖ ഉമ്മ എന്ന് വിളിച്ചിരിക്കുന്നു. വാച്ചിൽ നോക്കി 6 മണി കഴിഞ്ഞിരിക്കുന്നു. പറഞ്ഞത് പ്രകാരം ഷെയ്ഖുന പറഞ്ഞതെന്താണ്? 6 മണിക്ക് അവൾ സംസാരിക്കും. സംഭവം നടന്നത് 6 മണിക്ക്. അടുത്തുള്ള പലരോടും ചോദിച്ചു, അവരൊക്കെ പറഞ്ഞു ഞങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. ഉടനെ ഡോക്ടറെ വിളിച്ചു. ഡോക്ടർ വന്നു. ഡോക്ടർ പറഞ്ഞു, രോഗി മരിച്ചിട്ടുണ്ടല്ലോ. ഇദ്ദേഹത്തിനൊരു കാര്യം ഉറപ്പായി, 6 മണിക്ക് സംസാരിക്കും. സംസാരം ഇവിടെ നടന്നല്ലോ. ഡോക്ടർ വന്നു പറഞ്ഞു, നേരത്തെ മരിച്ചു എന്ന് വിധി എഴുതിയതാ, അവൾ മരിച്ചിട്ടുണ്ട്, സംസാരിക്കുകയൊന്നുമില്ല, തോന്നിയതായിരിക്കും. ഉടനെ ചെന്നു മാഷാ അല്ലാഹ് ലോക ചക്രവർത്തിയുടെ അടുക്കിലേക്ക് ഖുതുബുൽ ആലം തങ്ങളെ തിരുഹദറത്തിലേക്ക് ചെന്നു. കാര്യങ്ങളെല്ലാം പറഞ്ഞു. അവിടെ നിന്ന് പറഞ്ഞു, ഞാനും വരാം. മാഷാ അല്ലാഹ് മെഡിക്കൽ കോളേജിലേക്ക് ഷെയ്ഖുന മടവൂർ ഖദ്ദസല്ലാഹു തആല സിർറഹുൽ അസീസ് തങ്ങളെത്തി. എന്നിട്ട് സുലൈഖയുടെ കൈക്ക് അടിച്ചുകൊണ്ട് അവിടെ നിന്ന് പറഞ്ഞു, കണ്ണു തുറക്കൂ. സുലൈഖ കണ്ണു തുറന്നു. ഞാൻ ആരാണെന്നറിയുമോ? വീണ്ടും കണ്ണടച്ചു. വീണ്ടും അടിച്ചു, കണ്ണു തുറക്കൂ. ഭർത്താവിൻ്റെ മടിയിലാണ് ഭാര്യ കിടക്കുന്നത്. എന്നിട്ട് ഭർത്താവിനെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, ഇതാരാണെന്നറിയുമോ? മാഷാ അല്ലാഹ്, മരിച്ചുപോയ സുലൈഖ ജീവിച്ചു. പിന്നീട് കുറച്ചു കാലം മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ് ഇന്നും സുലൈഖയുണ്ട്. 6 മക്കളുണ്ട് സുലൈഖക്ക്. അതാണ് ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞത്, ഉബ്രി ഉൽ അക്മഹ വൽ അബ്റസ വഉഹയിൽ മൗതാ ബിഇദ്നില്ലാ. ഖുർആനാണ്. ഞാൻ മരിച്ചവരെ ജീവിപ്പിക്കും അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം. അത് അമ്പിയാക്കളിലുണ്ട്, അവരുടെ അനന്തരക്കാരായ മശായിഖന്മാരിലും മൗലിയാക്കളിലും നമുക്ക് ധാരാളം ദർശിക്കാം. മാഷാ അല്ലാഹ്, അത്തരം അത്യുന്നതരായ വലിയ വലിയ മശായിഖന്മാരിൽ പെട്ടവരാണ് ഷെയ്ഖുന ഷെയ്ഖുൽ മശായിഖ് ഖുതുബുൽ ആലം സയ്യിദുന മടവൂർ ഖദ്ദസല്ലാഹു തആല സിർറഹുൽ അസീസ് തങ്ങൾ.